സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതല എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ആർച്ച് ബിഷപ്പ് ക്ലീമിസിനെ കാണാൻ വരുന്നത്. അദ്ദേഹത്തിന്റെ ബ്ലെസ്സിങ്സും അനുഗ്രഹവും പിന്തുണ ചോദിക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. പിന്നെ അതിൻ്റെ കൂടെ ഇന്നലെ മിനിഞ്ഞാന്ന് KCBC ഇറക്കിയ ആ പ്രസ് റിലീസും കേരളത്തിന്റെ MPസിന്റെ വഖഫ് അമെൻമെന്റ് ബില്ലിന് പിന്തുണ കൊടുക്കാനൊരു റിക്വസ്റ്റും അതിനും ഞാൻ അദ്ദേഹത്തിന് താങ്ക് ചെയ്തു. വേറെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എത്രയോ പണി ചെയ്യാൻ ഉണ്ട്, അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ എംപിമാർ ഒരുപക്ഷെ വഖഫിനെ പിന്തുണ ചെയ്യില്ല, അങ്ങനെ അല്ല, അത് അവരോട് തന്നെ ചോദിക്കണം. ഞാൻ ഇന്നലെയും പറഞ്ഞു, മിഞ്ഞാന്നും പറഞ്ഞു, ഇതൊരു വഖഫ് അമെൻമെന്റ് ബിൽ ഒരു ഏതു സമുദായത്തിന് എഗെയിൻസ്റ്റ് ഒരു ബില്ലല്ല. ഈ ബില്ല് നമ്മൾ മുനമ്പത്തെ ജനങ്ങളുടെ അവരുടെ വിഷമങ്ങളും പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്ന, അതിനെ പരിഹരിക്കുന്ന ഒരു ബില്ലായിട്ടും കാണണം. അതാണ് സത്യം. അതുകൊണ്ട് അത് ഏത് MP ആണെങ്കിലും, അത് കോൺഗ്രസിന്റെ ആണോ, മുസ്ലിം ലീഗിന്റെ ആണോ, BJPന്റെ ആണോ, CPMന്റെ ആണോ, ആ MPന്റെ ഒരു കടമയാണ് അവരുടെ ഈ വിഷമവും പ്രശ്നങ്ങളും അവരുടെ ഒരു പെട്ടെന്ന് ഉണ്ടായ പ്രോബ്ലം അല്ലല്ലോ. ഇത് കാലായിട്ട് ഇരിക്കുന്ന ഒരു പ്രശ്നം, ഒരു ലാൻഡ് പ്രോപ്പർട്ടിന്റെ ഇഷ്യൂ, അതിനെ പരിഹരിക്കണമെന്ന് അവരുടെ ഒരു കടമയാണ്, അവരുടെ ഡ്യൂട്ടിയാണെന്ന് ഞാൻ മിഞ്ഞാന്നും പറഞ്ഞു, ഇന്നലെയും പറഞ്ഞു, ഇന്നും ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു. ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം. ഇത് ഒരു ഏത് സമുദായം, ഏത് മതത്തിന്റെ എഗെയിൻസ്റ്റ് ബില്ലല്ല. ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എന്റെ ഇന്നും അഭ്യർത്ഥന. അത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? അതൊരു ഓബ്വിയസ് അല്ലേ? ഇതല്ലേ നമ്മുടെ എല്ലാവരും ഒരു എലക്റ്റഡ് MP ആണെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് കടമ, ഒരു ഡ്യൂട്ടി. അതായിട്ട് കാണണം എന്നാണ് ഞാൻ അവരെ റിക്വസ്റ്റ് ചെയ്യുന്നത്. ശരി, നമസ്കാരം.